ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണ്, എനിക്ക് സുഖമാണ്. അപ്പം നമ്മൾ അടുക്കളയിൽ നിന്നിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടുക്കളയിൽ നിന്നിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള വീഡിയോയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ലൈവ് ഉണ്ടായിരുന്നു. ലൈവിൽ കൂടെ ആയിരുന്നു നമ്മുടെ പാചകവും വാചകവും ലൈവിൽ കൂടെ ആയിരുന്നു. അപ്പം അത് കാണാത്തവർ നമ്മുടെ ലൈവ് പോയി കാണുക കേട്ടോ. പാചകം കാണണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ലൈവ് പോയി കാണുക. നമ്മളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ലൈവ് പോയി കണ്ട പാചകം കാണാം. പൊതുവെ എനിക്ക് ജോലി ചെയ്യാൻ ഇച്ചിരി മടി കൂടുതലാണ്. ചെയ്യാനൊക്കെ സ്പീഡാണ്. നിമിഷ നേരം കൊണ്ട് ജോലിയൊക്കെ ചെയ്യും. പക്ഷേ ഇച്ചിരി ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്നേ ഉള്ളൂ. ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഡടേ ബടേ എന്നങ്ങ് ചെയ്തോളും. അപ്പോൾ ഇന്നലെ നമുക്കിന്ന് ഒരു കമ്മിറ്റി ഉള്ളത് കൊണ്ട് ഇന്നലെ ഞാൻ രാത്രി കറി വെച്ചു. അപ്പോൾ ഇന്നലെ രാത്രി കറി വെച്ചാൽ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് എടുത്ത് രാത്രിത്തേക്കും ഉണ്ട്. പക്ഷേ നാളെ ചേട്ടന് ചോറ് കൊണ്ടുപോകണതുകൊണ്ട് ഇന്നലെ വെച്ച കറി നാളെ എടുക്കുമ്പോൾ നാളെ 3-ാം ദിവസമാണ്. പറ്റൂല, നാളെ 3-ാം ദിവസമാണ്. അല്ലെങ്കിൽ ഞാൻ പൊതുവെ ചെയ്യണം, നമ്മൾ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നാണ് ചോറും കറിയൊക്കെ വെക്കണം. എന്തെന്ന് വെച്ചാൽ അടുത്ത ദിവസം ചേട്ടന് ചോറ് കൊണ്ടുപോകുന്നത് കൊണ്ട് ഉച്ചയ്ക്ക് വന്നിട്ടാണ് ഞാൻ ചോറും കറിയൊക്കെ വെക്കുന്നത്. ഇന്നലെ മീൻ ഇരുന്നപ്പോൾ ഉള്ളത് കൊണ്ട് ഞാൻ ഇന്നലെ രാത്രി കറി വെച്ച്. അപ്പോൾ ഇന്നലെ രാത്രി കറി വെച്ചത് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചു. നാളെ കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ വീണ്ടും ഞാൻ ഇന്ന് രാത്രി പാചകം ഉണ്ടായിരുന്നു. അയല മീൻ കിട്ടി, അയല മീൻ കറി വെച്ചു. പിന്നെ കുറേ നാളായി ഇച്ചിരി മലക്കറി വാങ്ങി വെച്ചിരുന്നു കേട്ടോ. മലക്കറി വാങ്ങി വെച്ചിരുന്ന അമ്പലത്തിൽ ഉത്സവവും കാര്യമൊക്കെ ആയപ്പോഴത്തേക്ക് അങ്ങോട്ട് പോക്കും അവിടുത്തെ അന്നദാനവും പുറത്തെ ഫുഡും ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ വെപ്പും കൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പച്ചക്കറിയൊക്കെ അവിടെ ഇരിപ്പായി. അപ്പോൾ കായ്കൾ കൊടുത്ത് വാങ്ങണതല്ലേ, കായ്കൾ കൊടുത്ത് വാങ്ങുന്ന പച്ചക്കറിയല്ലേ കളയാൻ പറ്റുമോ? നമുക്ക് പറ്റൂല. അപ്പോൾ ഇന്നലെ മെനഞ്ഞാന്ന് ഞാൻ സാമ്പാർ വെച്ചു. ഇന്നലെ എന്തൊക്കെയോ വെച്ചു എന്ന് തോന്നുന്നു. ഇന്നലെ എന്ത് വെച്ചു, ഇന്നലെ എന്തിനാണോ ഞാൻ ഓർക്കുന്നില്ല. ഇന്നലെ ഒരു ദിവസം കോവയ്ക്ക വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ അതിനെടുത്തു. ഇന്നലെ എന്താണാവോ, പ്രത്യേകിച്ച് നമുക്ക് മറവിയുടെ അസുഖമുള്ളതുകൊണ്ട് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കിട്ടത്തില്ല. അപ്പോൾ ഇന്നലെ അവിയലിന് കട്ട് ചെയ്ത് വെച്ചില്ല. ഇന്നലെ ഞാൻ കണവക്കറിയും മീൻ കറി മാത്രം വെച്ചു. അവിയലിന് കട്ട് ചെയ്ത് വെച്ചിരുന്നു. രാവിലെ വെക്കാമെന്ന് വിചാരിച്ച്, രാവിലെ വെക്കാൻ പറ്റിയില്ല, ഞാൻ ജോലിക്ക് പോയി. അപ്പോൾ അവിയലിൻ്റെ പച്ചക്കറി ഉണ്ടായിരുന്നു, അതിനെ ഇപ്പോൾ വെച്ചിട്ട് നോക്കിയപ്പോൾ വെള്ളരിക്കയായിരുന്നു കേട്ടോ. അതിനെയും പിന്നെ ഇച്ചിരി പച്ചടി വെച്ചു, മീൻ കറി വെച്ചു, മീൻ വറുത്തു. രസം വെക്കണമെന്ന് വിചാരിച്ച്. രസവും നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം, രസവും പിന്നെ ഒഴിച്ചുകറിയൊക്കെ നമ്മുടെ കൂടെ പുറപ്പാണ്. അതില്ലാണ്ടൊരു കളിയില്ല. എന്തായാലും ഇന്ന് ഞാൻ രസം വയ്ക്കാൻ നിന്നില്ല. കറി വെച്ചുണ്ടെങ്കിൽ തന്നെ ചേട്ടൻ ചോറ് കഴിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് രസം വെപ്പ് ക്യാൻസലാക്കി. അപ്പം ഞാൻ ലൈവൊക്കെ കട്ട് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് കട്ട് ചെയ്ത് പറ്റുമെങ്കിൽ ഒരു ഷോട്ടും കൂടെ എടുക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ അടുക്കള വിശേഷമാണ്. അടുക്കള പാചകം കാണിച്ചു തരാം, ഇന്നത്തെ കറികളും കാണിച്ചു തരാം, ഇന്നലത്തെ കറികളും കാണിച്ചു തരാം, നമ്മുടെ കുവിഞ്ഞ പച്ചക്കറിയും കാണിച്ചു തരാം. എന്നാൽ നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ അതിലോട്ട് പോകാം, ഞാനത് കാണിച്ചു തരാം. ഓക്കെ. പച്ചക്കറി നമ്മുടെ ഇതൊക്കെ ഒരുമാതിരിയായി കേട്ടോ. വെണ്ടയ്ക്കൊക്കെ ഒരു പരുവായി. ഏതാണ്ട് ഇനി ഒരു വിഴുക്കിനും കൂടെയൊക്കെ ഉണ്ട്. വഴുതലങ്ങയും കത്തിരിക്കയൊക്കെ ഇട്ട് അരിഞ്ഞ് തക്കാളിയും കൂടെ സവാളയും കൂടെ ഇട്ടൊരു വിഴുക്കിനായി. അപ്പോൾ അടുത്ത സംഭവം കാണിച്ചു തരാം. തേങ്ങ ബാക്കി. ഇത് ഇന്നലത്തെ ഞാനിപ്പോൾ ചേട്ടൻ ചോറെടുത്ത് കേട്ടോ. ചേട്ടന് ചോറ് കൊടുത്തത് കൊണ്ട് എല്ലാം തുറന്നിരിപ്പുണ്ട്, കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട്. അയലക്കറി, കണവക്കറി, മീൻ വറുത്തത്, ഇന്നലത്തെ കാരയൊക്കെ നമ്മൾ എരി കുറച്ച് വെക്കുന്നത് കൊണ്ടേ അത് കാണുമ്പോൾ ഒരു ലുക്കില്ല. അപ്പോൾ പച്ചടി പച്ചക്കാവിലെ വെള്ളരിക്ക വീണ്ടും ഇരുന്ന ചീത്തയായി പോവും. അപ്പോൾ പച്ചടി വെച്ച്. പാചകമൊക്കെ കണ്ടിട്ട് കുറേ നാളായില്ലേ, നമ്മുടെ പാചകം നിങ്ങൾ കണ്ടിട്ട് കുറേ നാളായില്ലേ. അപ്പം നമ്മുടെ അവിയൽ വേറെ എന്താണ്, വറുത്ത മീൻ കാണിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാത്രി പാചകം. കണ്ടല്ലോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ പാചകമൊക്കെ കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ മോൻ കഴിക്കില്ല കേട്ടോ. കാരമീനൊക്കെ പൊടിമീനൊക്കെ എരി കുറച്ച് വെച്ചാലേ കൊള്ളാവൂ കേട്ടോ. പൊടിമീനൊക്കെ എരി കുറച്ച് വെച്ചാലേ കൊള്ളാവൂ. അത് കാണുമ്പോൾ വെളുവിളായിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും. ആവശ്യത്തിന് കളറൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൊടിമീനെ മുഖ്യമായും ഞാൻ തന്നെ കഴിക്കുന്നത് ലൈവാണോ ഷോർട്ടാണെന്നൊന്നും അറിയാൻ പറ്റില്ല. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ചെല്ലങ്ങളെ പറ്റുന്നത് പോലെയൊക്കെ വീഡിയോ എടുക്കാം, ലൈവ് എടുക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തൊക്കെ ഇടുമ്പം 10 മണിയാവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ലൈവ് വരാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. നോക്കട്ടെ, അത് തന്നെ.
അപ്പോൾ കണ്ടല്ലോ കറികൾ കൂടുതലും കിണ്ണാരം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക. പാചക വീഡിയോ കണ്ടിട്ട് കുറേ ദിവസമായി. എന്തൊക്കെയോ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ടും ചളപള എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.